ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആഗമന കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ആഗമന കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച അറിയപ്പെടുക ഗൗദേത്തെ ഞായർ എന്നാണ്. ഗൗദേത്തെ എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ഇതാ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ തിരുനാൾ സമാഗതമായിരിക്കുന്നു. അതിനാൽ പ്രിയ മക്കളെ, നിങ്ങൾ ആഹ്ലാദിക്കുവിൻ എന്ന് തിരുസഭാ മാതാവ് തൻ്റെ മക്കളോട് അനുസ്മരിപ്പിക്കുന്ന, പ്രത്യേകമായ രീതിയിൽ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ ആഹ്ലാദ സൂചകമായ റോസ് നിറത്തിലുള്ള തിരുവസ്ത്രങ്ങളാണ് ഇന്ന് ദിവ്യബലി മധ്യേ വൈദികർ ധരിക്കുക. ഇന്നത്തെ സുവിശേഷവും കഴിഞ്ഞയാഴ്ചയിലെ സുവിശേഷവും തമ്മിൽ ചില സമാനതകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ആഴ്ചയിലെ സുവിശേഷത്തിലും മുഖ്യ കഥാപാത്രമായി വരുന്നത് സ്നാപക യോഹന്നാൻ തന്നെയാണ്. രക്ഷാകര ചരിത്രത്തിൽ സ്നാപക യോഹന്നാൻ്റെ ദൗത്യവും ശുശ്രൂഷയും ഇന്നത്തെ സുവിശേഷത്തിലും പ്രത്യേകമായ രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാനെ അവതരിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. സ്നാപക യോഹന്നാൻ്റെ വ്യക്തിത്വവും ദൗത്യവും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ സഹായിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷകൻ ഇപ്രകാരമാണ് ഈ ഭാഗം ആരംഭിക്കുക: ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്ന് ആണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ആദ്യ ഭാഗത്ത് തന്നെ അവതരിപ്പിക്കപ്പെടുകയാണ്. അതായത് യേശുക്രിസ്തു മിശിഹ മാത്രമല്ല, യേശുക്രിസ്തു രക്ഷകൻ മാത്രമല്ല, യേശുക്രിസ്തു ഇസ്രായേലിൻ്റെ നാഥനും കർത്താവും മാത്രമല്ല, മറിച്ച് യേശുക്രിസ്തു ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമാണ്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശം എന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രമേയമാണ്. അപ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് സ്നാപക യോഹന്നാൻ്റെ ദൗത്യം. അതാണ് സുവിശേഷം നമുക്ക് മുൻപിൽ വ്യക്തമാക്കി തരുന്നത്. ഇവിടെ സാക്ഷ്യം വഹിക്കുക എന്നതിൻ്റെ ഗ്രീക്ക് പദം മർത്യുറേയോ എന്നാണ്. മർത്യുറേയോ. അപ്പോൾ ഈ മർത്യുറേയോ എന്ന ഈ വാക്കിൽ നിന്നാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ മാർട്ടർ അല്ലെങ്കിൽ രക്തസാക്ഷി എന്ന പദം ലഭിക്കുന്നത്. അതായത് നമ്മൾ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടി അതേ ബോധ്യത്തോടുകൂടെ രക്തസാക്ഷിയാകുന്ന ആദ്യത്തെ വ്യക്തി അത് സ്നാപക യോഹന്നാനാണ്. സുവിശേഷം വ്യക്തമായി പറയുന്നുണ്ട്, സ്നാപക യോഹന്നാൻ പ്രകാശമായിരുന്നില്ല, മറിച്ച് പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നവനായിരുന്നുവെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പ്രകാശമായിരുന്നില്ല അല്ലെങ്കിൽ വെളിച്ചമായിരുന്നില്ല എന്ന് അസന്നിഗ്ധമായിട്ട് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത്? കാരണം അക്കാലഘട്ടത്തിലെ യഹൂദരുടെ ഇടയിൽ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും ജനപ്രീതിയുള്ള, ജനസമ്മതിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സ്നാപകൻ്റേത്. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ചരിത്രം വിവരിക്കുന്ന യോസേഫസ് എന്ന് പറയുന്ന ആ യഹൂദ ചരിത്രകാരൻ യോഹന്നാനെക്കുറിച്ച് ധാരാളമായിട്ട് തൻ്റെ പുസ്തകങ്ങളിൽ എഴുതുന്നുണ്ട്. യേശുവിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ അധികമായിട്ട് തന്നെ യോസേഫസ് യോഹന്നാനെക്കുറിച്ച് പറയുന്നുണ്ട്.
അതിൻ്റെ അർത്ഥം എന്താ? ഈശോയുടെ പേരും പ്രശസ്തിയും യഹൂദരുടെ ഇടയിൽ വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്നാപക യോഹന്നാൻ യഹൂദരുടെ ഇടയിൽ വളരെ പ്രീതിയുള്ള അല്ലെങ്കിൽ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമായി മാറിയിരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷകൻ അതുകൊണ്ട് വ്യക്തമാക്കുകയാണ്, സ്നാപകൻ മിശിഹായല്ല, മറിച്ച് മിശിഹായിക്ക് വഴിയൊരുക്കുവാൻ വന്നവനാണ്. അപ്പോൾ ഇത് തെളിയിക്കുവാനായിട്ടാണ് യോഹന്നാൻ പറയുക, സുവിശേഷകനായ യോഹന്നാൻ പറയുക, സ്നാപക യോഹന്നാൻ പ്രകാശമായിരുന്നില്ല. സ്നാപകൻ എന്തല്ല എന്ന് വ്യക്തമാക്കിയതിന് ശേഷം സ്നാപകൻ്റെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് തുടർന്ന് സുവിശേഷത്തിൽ വിവരിക്കുകയാണ്. നമ്മൾ ജെറുസലേമിൽ നിന്നുള്ള പുരോഹിതന്മാരും ലേവായരും വന്നിട്ട് സ്നാപകനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? അവർ യോഹന്നാനോട് അവൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നതിന്. അതിന് 3 ചോദ്യങ്ങൾക്കും നിഷേധാത്മകമായ മറുപടിയാണ് യോഹന്നാൻ നൽകുക. ഒന്നാമത്തേത്, അവർ ചോദിക്കുന്നു, നീ ആരാണ്? യോഹന്നാൻ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല. അപ്പോൾ ഇവൻ ക്രിസ്തുവാണോ എന്നുള്ള ഒരു മുൻധാരണയിൽ നിന്നാണ് നീ ആരാണ് എന്ന് ചോദിക്കുന്നതെന്ന് അത് മനസ്സിലാക്കിയിട്ട് യോഹന്നാൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവല്ല. അപ്പോൾ ഇവിടെ ക്രിസ്തു എന്ന വാക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തോസ് എന്ന ഗ്രീക്ക് വാക്ക്, അതിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ ഇതൊരു പേരല്ല, ഒരു വ്യക്തിയുടെ പേരല്ല, ഇതൊരു സ്ഥാനിക നാമമാണ്, ഒരു ടൈറ്റിലാണ്. ക്രിസ്തോസ് എന്ന് പറയുന്നത് അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അഭിഷിക്തവൻ, അഭിഷിക്തൻ എന്നൊക്കെയുള്ള ഒരു സ്ഥാനിക നാമമാണ്. യോഹന്നാൻ പറയുക, ഞാനല്ല അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അതായത് ഞാനല്ല നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ രാജാവ്, അത് ഞാനല്ല. രണ്ടാമത് യോഹന്നാൻ പറയുക, ഞാൻ ഏലിയായുമല്ല. അവർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നീ ഏലിയായാണോ? യോഹന്നാൻ അസന്നിഗ്ധമായിട്ട് പറയുന്നു, ഞാൻ ഏലിയായുമല്ല. എന്താണ് ഏലിയ എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തി? നമ്മൾ മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3-4 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. അപ്പോൾ മലാക്കി പ്രവാചകൻ്റെ ഈ പ്രവചനത്തെ അടിസ്ഥാനമാക്കി യഹൂദരുടെ ഇടയിൽ വളരെ ശക്തമായൊരു വിശ്വാസമുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആ രക്ഷയുടെ യുഗത്തിൽ, ഇൻ ദാറ്റ് മെസ്സിയാനിക് ഏജ് ഓഫ് സാൽവേഷൻ, അവിടെ മിശിഹ ആഗതനാകുമ്പോൾ ഏലിയ ആദ്യം വരേണ്ടിയിരിക്കുന്നു. സ്നാപക യോഹന്നാൻ അനുതാപത്തിൻ്റെ സന്ദേശം പ്രസംഗിച്ചുകൊണ്ട് ആഗതനായപ്പോൾ യഥാർത്ഥത്തിൽ യോഹന്നാനും ഏലിയായെ പോലെ തന്നെയായിരുന്നു യോഹന്നാൻ്റെ പ്രത്യക്ഷമായ ഭാവങ്ങളിൽ. ഏലിയ മരുഭൂമിയിലാണ് ആയിരുന്നത്, അതുപോലെ യോഹന്നാനും മരുഭൂമിയിലായിരുന്നു. ഏലിയ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്, അതുപോലെ യോഹന്നാനും ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഏലിയായുടെ ഭക്ഷണ രീതിയോട് ഏകദേശം താദാത്മ്യം പ്രാപിക്കുന്ന ഭക്ഷണ രീതി തന്നെയായിരുന്നു ഈ യോഹന്നാൻ്റേതും. അപ്പോൾ ഏലിയായുടേതായിട്ടുള്ള ഈ രീതികളുമായിട്ട് യോഹന്നാൻ കടന്നു വരുമ്പോൾ നിശ്ചയമായും അവർ വിചാരിച്ചു ഇതാണ് ഏലിയ എന്ന്. പക്ഷേ യോഹന്നാൻ പറയുന്നു, ഞാൻ ഏലിയായല്ല, ഞാൻ ഏലിയായല്ല. മൂന്നാമത് യോഹന്നാനോട് അവർ ചോദിക്കുക, നീ പ്രവാചകനാണോ? ഇവിടെ ചോദ്യം വളരെ വ്യക്തമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അത് കൂടുതൽ ശക്തമാണ്. ആർ യു ദ പ്രോഫറ്റ്? ആർ യു എ പ്രോഫറ്റ്? നീ ഒരു പ്രവാചകനാണോ എന്നല്ല ചോദിക്കുക, നീയാണോ പ്രവാചകൻ? ആർ യു ദ പ്രോഫറ്റ്? ഗ്രീക്ക് ഭാഷയിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. ഹോ പ്രൊഫെത്തസ് എന്നാണ്. ഹോ എന്ന് പറയുന്ന ഒരു ഡെഫിനിറ്റീവ് ആർട്ടിക്കിൾ അവിടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ദ പ്രോഫറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു പ്രോഫറ്റിനെ, ഏതോ ഒരു പ്രവാചകനെ വളരെ വ്യക്തമായ വിധത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നീയാണോ
ആ പ്രോഫറ്റ്, നീയാണോ ആ പ്രവാചകൻ എന്നാണ് ചോദിക്കുന്നത്. ആ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ ദി എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുക? അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ യഹൂദ പശ്ചാത്തലത്തിൽ ദ പ്രോഫറ്റ് എന്നാൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ എന്നല്ല. നീ ഏതെങ്കിലും ഒരു പ്രവാചകനാണോ, നീ ഒരു പ്രവാചകനാണോ എന്നല്ല. മറിച്ച് ഇവിടുത്തെ സൂചന നിയമാവർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ മോശയെ പോലെയുള്ളൊരു പ്രവാചകനെ കുറിച്ചാണ്. മോശയെ പോലെയുള്ളൊരു പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. 18-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മോശ അവരോട് പറയുന്നു ഇങ്ങനെയാണ്: നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അപ്പോൾ യഹൂദരുടെ പ്രതീക്ഷ അതായിരുന്നു, ഒരിക്കൽ മോശയെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം അയക്കും, അല്ലെങ്കിൽ ഒരു പുതിയ മോശ ആഗതനാകും. സ്നാപക യോഹന്നാനോടുള്ള അവരുടെ ചോദ്യം അതാണ്: നീയാണോ മോശയെപ്പോലെ ദൈവം അയക്കാനിരിക്കുന്ന ആ പ്രോഫറ്റ്, ആ പ്രവാചകൻ? നീയാണോ പുതിയ മോശ? യോഹന്നാൻ പറയുന്നു, ഞാനല്ല. അപ്പോൾ അവർ ചോദിക്കുന്നു, പിന്നെ നീ ആരാണ്? നീ ക്രിസ്തുവല്ല എങ്കിൽ, നീ ഏലിയ അല്ല എങ്കിൽ, നീ മോശയല്ല എങ്കിൽ പിന്നെ നീ ആരാണ്? അവിടെയാണ് യോഹന്നാൻ്റെ മറുപടി: കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച ആ ശബ്ദമാണ് ഞാൻ. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന കർത്താവിൻ്റെ ശബ്ദം, ആ ശബ്ദമാണ് ഞാൻ. ഇത് നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ശബ്ദം, അതാണ് ഞാൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സുവിശേഷത്തിൽ ഏകദേശം സമാനമായി മർക്കോസ് സുവിശേഷകൻ വിവരിക്കുന്ന ഈ ഭാഗം നമ്മൾ കാണുകയുണ്ടായി. യെശയ്യാ പ്രവചിക്കുന്നു ഒരു പുതിയ പുറപ്പാടിനെ കുറിച്ച്. മരുഭൂമിയിൽ വഴിയൊരുക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് പുറപ്പാടിനായി മരുഭൂമിയിൽ വഴിയൊരുക്കിയതുപോലെ ഇൻ ദാറ്റ് ഏജ് ഓഫ് സാൽവേഷനിൽ, ആ രക്ഷയുടെ യുഗത്തിൽ വീണ്ടും ഒരു വഴിയൊരുക്കപ്പെടും. അതിനുള്ള ശബ്ദമാണ് ഞാൻ. അപ്പോൾ പുതിയ പുറപ്പാടിൻ്റെ ശബ്ദമാണ് ഞാൻ. പുതിയ പുറപ്പാടിൽ ദൈവം തന്നെ ആഗതനാകുന്നതിനെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറയുക. അങ്ങനെ ആഗതനാകുന്ന ദൈവത്തിന് വഴിയൊരുക്കുവാനുള്ള ശബ്ദമാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണുകയുണ്ടായി, മർക്കോസ് സുവിശേഷകൻ ഇത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സ്നാപക യോഹന്നാൻ പുതിയ നിയമത്തിലെ പുതിയ പുറപ്പാടിൻ്റെ പ്രവാചകനാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നാപകൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാൻ പുതിയ പുറപ്പാടിൻ്റെ പ്രവാചകനാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ ഫരിസയർ ചോദിക്കുന്നു, നീ ഏലിയ അല്ലെങ്കിൽ, നീ ക്രിസ്തു അല്ലെങ്കിൽ, നീ പുതിയ മോശയല്ലെങ്കിൽ എന്തിനാണ് നീ ജ്ഞാനസ്നാനം നൽകുന്നത്? എന്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി? യഥാർത്ഥത്തിൽ ജ്ഞാനസ്നാനം എന്നത് സ്നാപക യോഹന്നാൻ മാത്രം അവിടെ നൽകിയിരുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ സ്നാപക യോഹന്നാൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നില്ല. യഹൂദരുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു റിച്വൽ ബാത്തുണ്ട്, ഒരു ആചാരപരമായിട്ടുള്ളൊരു സ്നാനം. പ്രത്യേകിച്ച് അവർ ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു റിച്വൽ ബാത്ത് നടത്തിയിരുന്നു, ഒരു ആചാര സ്നാനം. മിത്വാവോത്ത് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു സ്നാനത്തിന് വേണ്ടി ജെറൂസലേം ദേവാലയത്തിൻ്റെ പുറത്ത് അനവധി സ്നാനതീർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കുളങ്ങളുണ്ടായിരുന്നു. അവിടെ അധികം ജലം ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കും. അപ്പോൾ അവർ ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു സ്നാനം, എ ബാത്ത് ഓഫ് പ്യൂരിഫിക്കേഷൻ, എ റിച്വൽ ഓഫ് പ്യൂരിഫിക്കേഷൻ, അത് നടത്തിയിരുന്നു. അത് അറിയപ്പെട്ടിരുന്നത് ജ്ഞാനസ്നാനം എന്നാണ്. അത് ജെറൂസലേമിൽ പുരോഹിതന്മാർ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്ന അതാണ്, ഈ ഫരിസേയർ യോഹന്നാനോട് ചോദിക്കുന്ന അതാണ്, നീ പുരോഹിതനുമല്ല, പ്രവാചകനുമല്ല, നീ ക്രിസ്തുവുമല്ല, ഏലിയായുമല്ല എങ്കിൽ നിനക്ക് എന്തധികാരത്താലാണ് നീ ജോർദാനിൽ വന്ന് സ്നാനം നൽകുന്നത്?
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവർ ഈ സ്നാനം ചെയ്യേണ്ടിയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ നടക്കുന്നതിന് മുൻപ് അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടലിനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് തങ്ങളെ തന്നെ ഇങ്ങനെ സ്നാനത്തിലൂടെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ സ്നാപക യോഹന്നാനാകട്ടെ ജനങ്ങളെ മരുഭൂമിയിലേക്കാണ് ക്ഷണിക്കുന്നത്. യോഹന്നാൻ അവർക്ക് നൽകുന്ന ആ ഒരു സ്നാനം, ജ്ഞാനസ്നാനം, ആചാരപരമായ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു ജ്ഞാനസ്നാനമായിരുന്നില്ല. മറിച്ച് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം പാപമോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമായിരുന്നു. പാപമോചനത്തിന് വേണ്ടി. അപ്പോൾ ഫരിസേയരുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇതാണ്: നീ ഏലിയായും ക്രിസ്തുവും പുതിയ മോശയും അല്ലെങ്കിൽ ഈ ജ്ഞാനസ്നാനം നൽകാൻ നിനക്ക് എന്താണ് അധികാരം? ഇവിടെയാണ് യോഹന്നാൻ്റെ സാക്ഷ്യം നാം കാണുക. യോഹന്നാൻ പറയുന്നു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇതാ നിങ്ങളെ യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കുവാനുള്ളവൻ അത് അവനാണ്. അങ്ങനെ നിങ്ങളെ യഥാർത്ഥത്തിൽ ആരാണോ ശുദ്ധീകരിക്കാൻ പോകുന്നത് അവനാണ് മിശിഹ, അവനാണ് ക്രിസ്തു, അവനാണ് വരുവാനിരിക്കുന്നവൻ. അവൻ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുണ്ട്. എനിക്ക് പിന്നാലെ വരുന്ന അവൻ എന്നേക്കാൾ വലിയവനാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുക, അല്ലെങ്കിൽ ഒരുവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുക എന്നുള്ളത് ഒരു അടിമ ചെയ്യേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ യജമാനനൊക്കെ ഭവനത്തിൽ നിന്ന് വലിയ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അടിമയുടെ ജോലി എന്ന് പറഞ്ഞാൽ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിച്ച് അത് ഊരി മാറ്റി അവൻ്റെ പാദങ്ങൾ ജലം കൊണ്ട് കഴുകിയിട്ട് വേണം യജമാനനെ സ്വീകരിക്കാൻ. അത് അടിമ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, പിന്നീട് ഈശോ തൻ്റെ അപ്പോസ്തലന്മാരുടെ ചെരുപ്പ് അഴിച്ചു മാറ്റിയിട്ട് തന്നെയാണ് അവരുടെ പാദങ്ങൾ അവിടുന്ന് കഴുകിയത്. അവിടെ ഈശോ പ്രഖ്യാപിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളുടെ ദാസനാണ്. ഇവിടെ യോഹന്നാൻ പറയുക, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ അടിമയായിരിക്കുവാൻ, ദാസനായിരിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അത്രമേൽ ഉന്നതനായവനാണ് അവിടെ വരിക. ഇതാണ് യേശുവിനെക്കുറിച്ചുള്ള യോഹന്നാൻ്റെ സാക്ഷ്യം. ഇത് തന്നെയാണ് തന്നെ കുറിച്ചുമുള്ള യോഹന്നാൻ്റെ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ വളരെ അസന്നിഗ്ധമായിട്ട് ഈശോ പിന്നീട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏലിയ വന്നു കഴിഞ്ഞുവെന്ന്. അത് യോഹന്നാനെക്കുറിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും യോഹന്നാൻ തന്നെയാണ് വരുവാനിരിക്കുന്ന ഏലിയ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ട് ഇവിടെ യോഹന്നാൻ ഞാൻ ഏലിയ അല്ല എന്ന് പറയുന്നു? യോഹന്നാൻ അത് പറയുന്നു, ഞാൻ ഏലിയ എന്നതിനേക്കാൾ ഞാൻ പുതിയ പുറപ്പാടിൻ്റെ പുതിയ പ്രവാചകനാണ് എന്നുള്ള യോഹന്നാൻ്റെ ആ ഐഡൻറ്റിറ്റി അത് കൂടുതൽ പ്രസക്തമാക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ ഇത് പറയുക. യോഹന്നാനാണ് തീർച്ചയായിട്ടും വരുവാനിരിക്കുന്ന ഏലിയ എന്ന് ക്രിസ്തു തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ, സ്നാപക യോഹന്നാൻ നമ്മുടെ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിത്വങ്ങളിലൊന്നാണ്. സർവശക്തനായ സത്യദൈവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. പഴയ നിയമത്തിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ മിഖ പ്രവാചകനാണ്. മിഖ പ്രവാചകന് ശേഷം ഏകദേശം 400ഓളം വർഷങ്ങൾ ജെറുസലേമിലോ അല്ലെങ്കിൽ ഇസ്രായേലിലോ യാതൊരുവിധ പ്രവാചകന്മാരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതാരം ചെയ്യുമ്പോൾ, മിശിഹ ആഗതനാകുമ്പോൾ, ആ മിശിഹായുടെ വഴികൾ നേരെയാക്കുവാൻ ദൈവം മോശയെ പോലെ തന്നെ ഒരു പ്രവാചകനെ അയക്കുകയാണ്. ആ പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. അതായത് പഴയ നിയമത്തിലെ ആദ്യത്തെ പ്രവാചകന്മാരുടെ ആ ഒരു ചങ്ങലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് സ്നാപക യോഹന്നാൻ. അന്ത്യപ്രവാചകൻ, അവസാനത്തെ പ്രവാചകൻ സ്നാപക യോഹന്നാനാണ്.
അതിനുശേഷം എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം, എല്ലാ വെളിപാടുകളുടെയും പൂർത്തീകരണമായ ദൈവപുത്രൻ തന്നെ ആഗതനാകുന്നു. അതിനുശേഷം മറ്റൊരു പ്രവാചകൻ്റെ ആവശ്യം ഇല്ല. ദൈവത്തിന് എന്താണോ തൻ്റെ ജനത്തോട് പറയുവാനുള്ളത്, അത് യേശുക്രിസ്തുവാകുന്ന വചനം മനുഷ്യനായി അവതാരം ചെയ്ത ദൈവപുത്രൻ മനുഷ്യനായി അവതാരം ചെയ്ത ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. ക്രിസ്തുവാണ് എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം. ക്രിസ്തുവിന് ശേഷം വേറൊരു പ്രവാചകൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, എനിക്ക് ശേഷം പ്രവാചകന്മാർ എന്ന് പറഞ്ഞ് വരുന്നവരെല്ലാം കള്ളപ്രവാചകന്മാരാണ്. അപ്പോൾ നോക്കുക, നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്ന അന്ത്യപ്രവാചകൻ അത് സ്നാപക യോഹന്നാനാണ്. അതിനുശേഷം വേറൊരു പ്രവാചകനെയും ദൈവം അയച്ചിട്ടില്ല. പിന്നീട് പ്രവാചകന്മാർ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് വന്നവരെല്ലാം കള്ളപ്രവാചകന്മാരാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഓർക്കുക, നമുക്ക് യാതൊരു വിധമായ സംശയവും ഉണ്ടാകാൻ പാടില്ല. കർത്താവായ ദൈവത്തിൻ്റെ, സത്യദൈവത്തിൻ്റെ അന്ത്യപ്രവാചകൻ അത് സ്നാപക യോഹന്നാൻ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ ആഗമനകാലത്തിൽ യോഹന്നാൻ്റെ തീക്ഷ്ണതയും യോഹന്നാൻ്റെ സാക്ഷ്യവും യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് മാതൃകയാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായ ആഹ്ലാദത്തിൻ്റെ നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.